ഇന്ന് നമ്മുടെ പഴയ ഒത്തൻറ്റിക് അവലോസ് പൊടിയാണ് ഉണ്ടാക്കണേ കേട്ടോ. തൃശ്ശൂരുകാർ അവലോസ് പൊടി എന്ന് പറയും. വേറെ പല സ്ഥലത്തും പറയുണ്ടാവും അങ്ങനെ. ചില ആൾക്കാർ പൂരം പൊടി എന്നാണ് പറയുന്നതിന്. ഞാൻ അതിന് വേണ്ടി ഒരു 1/2 കിലോ ഉണക്കല്ലേരിയാണ് കുതിർത്തെടുത്തിരിക്കണത്. വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് പൊടിച്ചു വെച്ചു. എന്നിട്ട് വലിയ തേങ്ങയിൽ ഒരു തേങ്ങ ഒരെണ്ണം പിന്നെ ഒരു മുറി അങ്ങനെ 1.5 തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ജീരകം, എള്ള് ആവശ്യത്തിന് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൂട്ടി കുഴയ്ക്കണം. അങ്ങോട്ട് കുഴച്ച് തിരുമി അവനങ്ങോട്ട് ഒരു പരിവാക്കണം. നന്നായിട്ട് അതിലെല്ലാം കൂടി ജോയിൻ്റ് ആവണം, മീൻസ് മിക്സ് ആവണം. മിക്സാക്കി വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ വയ്ക്കുക. ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നന്നായി പിടിച്ചു വരും അതിലേക്ക്. ആ നാളികേരത്തിൻ്റെ തേങ്ങാപ്പാലൊക്കെ ആ അരിപ്പൊടിയിൽ നന്നായി പിടിച്ചു വരും. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അടുപ്പ് കത്തിച്ച് ഇളക്കി എടുക്കുക. ഇളക്കി നമ്മൾ അതിൻ്റെ കളർ മാറുന്നതിനനുസരിച്ച് അറിയാമല്ലോ എല്ലാവർക്കും. ആ രീതിയിലത്. പക്ഷേ ഈ റൈസ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കളറ് വേറെ ഒരു ടൈപ്പ് വരുന്നുണ്ട്. നല്ല ഡാർക്ക് കളർ വരുന്നുണ്ട് കേട്ടോ. വൈറ്റ് കളർ നമ്മൾ പച്ചരിയില്ലേ, വെള്ള കളർ പച്ചരി, നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണ അരി ഉണ്ടല്ലോ, അതല്ലെങ്കിൽ കടയിലും വേറെ കടയിലൊക്കെ കിട്ടും. നമ്മൾ ദോശ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കണം വെള്ള കളർ പച്ചരി ഉണ്ടല്ലോ. അതുകൊണ്ട് ഉണ്ടാക്കണേക്കാളും എനിക്ക് കുറേ ടേസ്റ്റ് കൂടുതൽ തോന്നി തന്നെ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ അരി കൊണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഈ അരി കൊണ്ട് ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണേ. ഉണ്ടാക്കി തരണേ എന്നല്ല, ഞാൻ ഉണ്ടാക്കി കഴിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി തരണ്ട എനിക്ക് കേട്ടോ. ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒന്ന്. അപ്പോൾ ട്രൈ ചെയ്ത വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. ഉണക്കല്ലേരി എന്നാണ് നമ്മുടെ അവിടെയൊക്കെ പറയുക. വേറെയുള്ളിടത്തൊക്കെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ ഉണക്കല്ലേരി എന്നാണ് പറയുക തന്നെ. ഉണക്കല്ലേരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശർക്കര പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത അഭിപ്രായം പറയണം കേട്ടോ എല്ലാവരും. പിന്നെ നന്നായി കുഴച്ച് ഇതാക്കിയതിന് ശേഷം നമ്മളത് പതുക്കെ ഇളക്കി നമ്മുടെ വലിയ കുറച്ച് മക്കളൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ മക്കളല്ല വലിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായത്തിന് ഇടയ്ക്ക് വിളിക്കുക കേട്ടോ. കാരണം കൈ കൊണ്ട് ഇളക്കുമ്പോൾ ചിലപ്പോൾ കൈയൊക്കെ കുറേ വേദന എടുക്കാൻ ചാൻസ് ഉണ്ട് കുറേ നേരമായിട്ട് ഇളക്കുമ്പോൾ. പക്ഷേ ഈ ക്വാണ്ടിറ്റിയിൽ എനിക്ക് ചെയ്തപ്പോൾ അത്ര അധികം വേദന തോന്നിയില്ല. കാരണം കുറച്ച് ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. 1/2 കിലോ അല്ലേ അരിയുള്ളൂ. 1/2 കിലോ അരി പൊടിച്ചതല്ലേ ഉള്ളൂ. ഈ ക്വാണ്ടിറ്റിയിൽ അങ്ങനെ കുറേശ്ശെ കഴിയുമ്പോൾ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ കുറേ അധികം ഇളക്കി നമ്മുടെ കൈ നാശാക്കണം എന്നില്ല. അതല്ല, കുറേ ക്വാണ്ടിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് മേടിക്കാം കേട്ടോ. 2 തേങ്ങ വരെ ഇതിന് ഉപയോഗിക്കാം കേട്ടോ. തേങ്ങ എത്ര ഉപയോഗിച്ചാലും നമുക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ അവലോസ് പൊടിക്ക്. അറിയാലോ അതെല്ലാവർക്കും. തേങ്ങയാണല്ലോ ഇതിൽ മെയിൻ നമ്മുടെ താരം. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ അത്യാവശ്യം നന്നായിട്ട് അങ്ങോട്ട് ചേർത്തോളൂ, ലാവിഷായിട്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മക്കൾക്ക് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കൊടുക്കണേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ ട്രഡീഷണൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അവർക്ക് കൊടുക്കണത്. ഇതിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കല്ലേ, സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് സ്നാക്സായിട്ട് ചായക്കൊക്കെ കൊടുക്കാം. കുറേശ്ശെ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് നല്ല ടേസ്റ്റോടു കൂടി നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണത്. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടോ, ഒരു കഷ്ണം പഴം എടുത്ത് നുറുക്കി അതിലിട്ടോ, എങ്ങനെ വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. അത് പഞ്ചസാര ഇട്ടിട്ടാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. പഞ്ചസാര അത്ര ഹെൽത്തി അല്ല, ശരിയാണ്. പക്ഷേ പഞ്ചസാരയ്ക്കാണ് അതിൻ്റെ ഒരു കറക്റ്റ്, അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് എനിക്ക് തോന്നിയേക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും ഈ റൈസ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. അഭിപ്രായം എല്ലാവരും അറിയിക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം, സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ. ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ വെള്ളയാണോ അതല്ല ഈ ചുമന്ന ഈ റൈസ് കൊണ്ട് ഉണ്ടാക്കണതാണോ കൂടുതൽ ടേസ്റ്റ് എന്ന് എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് അഭിപ്രായം പറഞ്ഞേക്കണേ. നല്ല ചുമക്കെ വറുത്തെടുത്താൽ മതിയേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ.